പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ പലതും ഏറ്റെടുക്കാൻ കഴിയാത്ത വിധമായിരിക്കും. ഇവിടെ പറയുന്നു, ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് പോവുക. ശൂന്യത മാത്രമായിരിക്കുമെന്ന അതുവരെ ആ വഴിക്ക് ഉണ്ടായിരുന്ന ഒരു പേര് നിർജ്ജനം. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം അവന്റെ കാതുകളിൽ മുഴങ്ങിയപ്പോൾ, ആ ശബ്ദം കേട്ട് അതിനൊത്തവണ്ണം അവന്റെ റൂട്ട് തിരിച്ചപ്പോൾ അവിടെ ദൈവത്തിന്റെ മഹത്വമുള്ള പ്രവൃത്തി വെളിപ്പെടുകയാണ്. അവൻ കാണുന്നത് ഷണ്ണൻ തേരിലിരുന്ന് വചനം വായിക്കുന്നതാണ്. അതിന്റെ അർത്ഥം മനസ്സിലാകാതിരിക്കുമ്പോൾ ഫിലിപ്പോസ് അതിലേക്ക് അടുത്തു വന്നു. അവന്റെ വായനയും അത് ഗ്രഹിക്കാൻ കഴിയാത്ത വിധത്തിൽ അവനൊരു നിർജ്ജനമായിരിക്കുന്ന ശൂന്യത പോലെ വായിച്ചുകൊണ്ടിരിക്കുന്നവന്റെ അടുക്കലേക്ക്, ശൂന്യ വഴിയിലേക്ക് ഒരുവനെ പറഞ്ഞു വിട്ടു. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുകയാണ്. വചനത്തിന്റെ ആഴങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ആ സ്തോത്രം കർത്താവിനെ സാക്ഷീകരിക്കുവാനിടയായെങ്കിൽ ചില ആലോചനകൾ, ദൈവത്തിന്റെ ശബ്ദം കാതുകളെ മുഴങ്ങുമ്പോൾ അതൊക്കെ ഒരു ശൂന്യത പോലെ തോന്നത്തക്ക വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ, ജീവിതത്തിൽ നിറവേറ്റാൻ കഴിയാത്ത വിധത്തിൽ ഉള്ള ആലോചനകളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ ശബ്ദത്തെ മുൻനിർത്തി മുന്നോട്ട് നീങ്ങണമെങ്കിൽ അടുത്ത നിമിഷം ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടും. ദൈവത്തിനായി നമ്മെ വരെ ഒരുങ്ങുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.